വെച്ചിരിക്കുന്നത്. അല്ലാതെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്റെ മോനെ ഒരു ഗുണ്ടയെ പോലെ ഉപയോഗിക്കാനല്ല. സോറി അങ്കിൾ, ഞാൻ പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തോളാം. എന്താ ആന്റി അങ്കിളും കൈലാഷൊക്കെ ഇങ്ങനെ പെരുമാറുന്നേ? അവർക്ക് സ്വന്തം കുടുംബത്തേക്കാൾ വലുത് തൊഴിലാളികളാ. അവരെല്ലാം ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. പറു, നീ ഓക്കെ അല്ലേ? ഞാനാകെ പേടിച്ചുപോയി. പേടിക്കാനൊന്നുമില്ല. അവരുടെ BP ലോ ആയതുകൊണ്ടാ തലകറങ്ങി വീണത്. പേഷ്യന്റ് വളരെ വീക്ക് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും കാരണം കൂടി ഉണ്ടോന്ന് പരിശോധിക്കണം. ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെയ്യാൻ ഡോക്ടർ. ഈ ഡ്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ ചെക്കപ്പിന് കൊണ്ടേക്കോളൂ. താങ്ക് യു ഡോക്ടർ. ചെക്കപ്പ് ഒന്നും വേണ്ട പ്രിയൻചേട്ടാ. കൈലാഷ് സാറ് പ്രിയൻചേട്ടനെ തല്ലെന്ന് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നി. അങ്ങനെ ഞാൻ തലകറങ്ങി വീണതാ. പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ? ഡോക്ടർ ഒരു ചെക്കപ്പ് നടത്താൻ പറഞ്ഞു. ഒരു മനസമാധാനത്തിന് വേണ്ടി ചെക്കപ്പ് അങ്ങ് നടത്തിയേക്കാം. വേണ്ട പ്രിയൻചേട്ടാ. പ്രിയൻചേട്ടൻ എന്താ മുറിവിലൊന്നും മരുന്ന് വെക്കാത്ത? ഞങ്ങള് പറഞ്ഞാ കേക്കണ്ടേ? അല്ല, നീ പറഞ്ഞാലെങ്കിലും കേൾക്കോ നോക്കാം. അതിന് മാത്രം എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ, നിനക്ക് ഇത്രയൊന്നും പറ്റിയാ പോരാ. ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയൊക്കെ നടന്നതിന് ശേഷവും നിങ്ങൾ ഇനി ആ കമ്പനിയിൽ ജോലി ചെയ്യരുത്. അതിനേക്കാൾ വലിയ നാണക്കേട് വേറൊന്നുമില്ല. എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഈ സമരം തുടങ്ങാൻ തന്നെ കാരണം ഞാനും പാറുവല്ലേ? ഇപ്പോ കരുണാകരൻ പറയുന്നത് കേട്ട് കാശിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്നാ കൈലാഷ് സാർ വിശ്വസിക്കുന്നത്. ന്യായം എന്റെ ഭാഗത്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ? നീ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ഇവളോടും നിന്റെ കുടുംബത്തോടുമാണ്. നിന്നെ സ്നേഹിക്കുകയും നിന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുകയും ചെയ്യുന്നത് അവരാണ്. അവസരം കിട്ടിയ നിന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത ഈ കമ്പനിയോടും കൈലാസ് സാറിനോടും നീ എന്തിനാണ് ആ വിശ്വാസം കാണിക്കുന്നത്? അതെ പ്രിയൻചേട്ടാ, കൈലാഷ് സാറിനെ ഒന്നും തെളിയിച്ച് കാണിക്കേണ്ട ആവശ്യം പ്രിയൻചേട്ടനില്ല. നിങ്ങൾ മനസ്സമാധാനമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. അതിന് കമ്പനി വിടുന്ന തന്നെയാ നല്ലത്. കരുനാഗത്തെ പോലെയുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. സൗന്ദര്യ, പറയുന്നവര് നല്ലവരാണോ മോശപ്പെട്ടവരാണോ എന്ന് കേൾക്കുന്നവർ അന്വേഷിക്കാത്ത കാലമായത്. അവരെന്താ പറയുന്നതെന്ന് എല്ലാരും ശ്രദ്ധിക്കും. ചെയ്യാത്തൊരു തെറ്റിന്റെ പേരില് എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരാവാൻ എനിക്കും പ്രിയൻചേട്ടനും താല്പര്യമില്ല. പ്രിയൻചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് തെളിയിക്കണം. ഇതിനൊരു തീരുമാനമാവാതെ ഞങ്ങള് കമ്പനിയിലെ ജോലി വേണ്ടെന്ന് വെക്കില്ല. ദൈവം ചേരേണ്ടവരെ തമ്മിലെ ചേർക്കൂന്ന് പറയുന്നത് ദാ ഇതുകൊണ്ടാ. രണ്ടുപേർക്കും നല്ല വാശിയാ. അതും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി. നല്ലത് ചെയ്യുന്നതും മണ്ടത്തരം കാണിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കുന്നത് നല്ലതാ. ശരിക്കും പറയുവാണെങ്കിൽ ഇവനെ തല്ലിയതിന് കൈലാസ് സാറിനെതിരെ കേസ് കൊടുക്കുക വേണ്ടത്. പക്ഷേ ഇവൻ നന്ദി കാരണം അത് ചെയ്യില്ല. ഇനി ഇതിനെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കില്ല. പ്രിയൻചേട്ടൻ ഡോക്ടറെ പോയി കാണാം. വേണ്ട, ഞാൻ നിന്റെ കൂടെ ഇവിടെ ഇരുന്നോളാം. ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നീ പോയിട്ട് ഡോക്ടറെ കാണും. ആരോഗ്യം സൂക്ഷിക്കും. വയ്ക്കോ. എന്തിനാ മോൻചേട്ട പ്രിയൻചേട്ടനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിലും അവൻ ആ കൈലാഷിനെതിരെ ഒന്ന് പ്രതികരിക്കട്ടെ എന്ന് കരുതിയ. അതെന്തായാലും നടക്കില്ല. അവൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹം നിന്നോടാ. നിന്നെ ആശുപത്രിയിലാക്കിയിട്ടും അവൻ കൈലാഷിനോട് പ്രതികരിക്കാത്ത സ്ഥിതിക്ക് അത് ഉറപ്പിക്കാം. കൈലാഷ്, ഞാൻ ഇപ്പോഴും പറയാ, നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല. പാർവതിക്ക് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിനക്ക് എന്തിനാ കുറ്റബോധം തോന്നുന്നേ? നീ വേണോന്ന് വെച്ച് പാർവതിയെ അടിച്ചതൊന്നും അല്ലല്ലോ.
നീയും പ്രിയനും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ വലിഞ്ഞു കയറി വന്ന് പാർവതി അടി എരന്ന് വാങ്ങിയതാ. ഞാൻ പാർവതിയെ തല്ലിയിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ വന്ന് അവൾക്ക് പരിക്ക് പറ്റാതിരിക്കാൻ ഞാൻ തള്ളി മാറ്റിയതാ. അവള് തലകറങ്ങി